വെൽക്കം ബാക്ക് ടു അവർ ചാനൽ സാറാസ് കുക്കിംഗ് ഫ്ലേവേഴ്സ്. അപ്പോൾ നമ്മളിന്ന് ട്രൈ ചെയ്യാൻ പോകുന്നത് ഒരു പൊതിച്ചോറായിട്ടാണ് കേട്ടോ. ആദ്യം തന്നെ നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് കൂന്തൽ ഫ്രൈ ആണ്. അതിനായി ഇഞ്ചി, വെളുത്തുള്ളി, കൊച്ചുള്ളി എന്നിവ നന്നാ പേസ്റ്റ് പോലെ അരച്ച് അതിലേക്ക് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയും ഗരം മസാലയും ഉപ്പും ചേർത്ത് അതിലേക്ക് 1 ടീസ്പൂൺ വിനെഗറും കൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഈ മിക്സ് ചെയ്തതിലേക്ക് നമ്മൾ കഴുകി റിങ്സ് ആയിട്ട് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന കൂന്തലും കൂടി ചേർത്ത് കൊടുത്ത് ഒന്നുകൂടി നന്നായിട്ട് തിരുമ്മി യോജിപ്പിക്കുക. ഇത് 1 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കുക. ഈ റെസ്റ്റ് ചെയ്തതിന് ശേഷം ഇത് നമ്മൾ നല്ല വെളിച്ചെണ്ണയിൽ അതിലേക്ക് അത്യാവശ്യം ചൂടായി വരുമ്പോഴത്തേക്കും ഇതിട്ട് നന്നായിട്ട് ഇളക്കി ഫ്രൈ ചെയ്തുകൊണ്ടിരിക്കുക. നല്ല രീതിയിൽ ഫ്രൈ ആയി വരുമ്പോൾ നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാവുന്നതാണ്. അങ്ങനെ നമ്മുടെ രുചികരമായ കൂന്തൽ ഫ്രൈ റെഡി ആയിരിക്കുകയാണ്. പിന്നീട് ഞാൻ ഉണ്ടാക്കിയത് ബീൻസും ക്യാരറ്റും കൂടിയുള്ള ഒരു തോരനായിരുന്നു. ആദ്യം എണ്ണയൊഴിച്ച് എണ്ണ ചൂടായ പോലെ കടുകിട്ട് പൊട്ടിച്ചതിന് ശേഷം ബീൻസ് ചെറുതായി കട്ട് ചെയ്തതും ക്യാരറ്റും കൂടി ചേർത്ത് അതിലേക്ക് തേങ്ങയും ജീരകവും വെളുത്തുള്ളിയും മഞ്ഞൾപ്പൊടിയും പച്ചമുളകും കൂടി ചതച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അതുകൂടി ചേർത്ത് ഇത് മൂടി വെച്ച് വേവിക്കാൻ വെച്ചു. അതിനുശേഷം അതിലേക്ക് കുറച്ച് ഉപ്പ് കൂടി ആഡ് ചെയ്തു. ഇതിന് ശേഷം കുറച്ച് ഇടയ്ക്കിടയ്ക്ക് ഇത് ഇളക്കിക്കൊണ്ടിരുന്നു. അതിനുശേഷം അത് റെഡിയായതിനു ശേഷം പിന്നീട് ഞാൻ ഇപ്പോഴത്തെ ട്രെൻഡിങ് ആയിട്ടുള്ള ക്രഷ്ഡ് ചില്ലിയും കൂടി ചേർത്തുള്ള കറിയാണ് ഞാൻ പിന്നീട് ഉണ്ടാക്കിയത്. അതിനായിട്ട് കുക്കറെടുത്ത് അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് ഉള്ളി ഒന്ന് വഴറ്റിയതിന് ശേഷം ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്തു. അതിലേക്ക് കറിവേപ്പിലയും ചേർത്ത് കൊടുത്ത് ഒന്നുകൂടി നന്നായി ഇളക്കിയതിന് ശേഷം ഞാനിവിടെ എടുത്തിരിക്കുന്നത് കാശ്മീരി ചില്ലി ക്രഷ് ചെയ്തതാണ്. അതാകുമ്പോൾ അധികം എരിവും ഉണ്ടാവില്ല, ആവശ്യത്തിന് കളറും ഉണ്ടാവും. പിന്നെ അതിലിട്ട് ഒന്നുകൂടി നന്നായിട്ട് പച്ചമണം പോകുന്നത് വരെ ഒന്ന് വഴറ്റിയെടുത്തു. ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഞാൻ കുറച്ചുകൂടി കാശ്മീരി ചില്ലി ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം വീണ്ടും ഒന്നുകൂടി നന്നായിട്ട് ഒന്നുകൂടി ഇളക്കി കൊടുക്കുക. അതിനുശേഷം നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ബീഫ് ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് ഈ ഇരിക്കുന്ന കൂട്ടും ബീഫും കൂടി നന്നായിട്ട് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്തതിന് ശേഷമാണ് ഞാൻ മഞ്ഞൾപ്പൊടിയും ഉപ്പും 1/2 ഗ്ലാസ് വെള്ളവും ചേർത്ത് വേവിക്കാനായിട്ട് വെച്ചു. അതിനുശേഷം അതിലെ എയറെല്ലാം പോയതിന് ശേഷം നമ്മൾ കുക്കർ ഓപ്പൺ ചെയ്യുമ്പോൾ അതിൽ കുറച്ച് വെള്ളമുണ്ടാവും. ആ വെള്ളം വറ്റുന്നത് വരെ വീണ്ടും ഒന്നുകൂടി വഴറ്റിക്കൊണ്ടിരിക്കാം. ഈ സമയം നമ്മുടെ ബീഫും നന്നായിട്ട് വെന്ത ബീഫും അതുപോലെ തന്നെ ഈ ഉള്ളിയും കറിവേപ്പിലയും നമ്മുടെ ചതച്ച മുളക് എല്ലാം കൂടി ചേർന്ന് നല്ലൊരു ഫ്ലേവറും നല്ലൊരു ടെക്സ്ചറിൽ തന്നെ നമുക്ക് ബീഫ് കറിയുടെ റെഡിയായി കിട്ടിയിട്ടുണ്ടാവും. അങ്ങനെ നമ്മുടെ വൈറലായ ബീഫും ചതച്ച മുളകും ഇട്ട കറി റെഡിയാക്കി വെച്ചു. അതിനുശേഷം പിന്നീട് ഞാൻ ചെയ്തത് ചിക്കൻ ഫ്രൈ ആണ്. ചിക്കൻ ഫ്രൈയോടൊപ്പം തന്നെ കൂന്തൽ നമ്മൾ ചിക്കൻ കറി വെക്കുന്നത് പോലെ തന്നെ ചാറ് രീതിയിൽ അതും കറി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നീട് വാട്ടിയ ഇല എടുത്തു. ഇലയിലേക്ക് ചോറ് വിളമ്പിയതിന് ശേഷം നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന കറികളെല്ലാം ഓരോന്നായി നമ്മൾ ചേർത്ത് കൊടുത്തു. ആദ്യമേ തന്നെ ബീഫും മുളകിട്ടത് എടുത്തിട്ടു. അതിനുശേഷം ചിക്കൻ ഫ്രൈയും അതുപോലെ തന്നെ കൂന്തലിൻ്റെ കറിയും പിന്നീട് ബീൻസും ക്യാരറ്റും തോരനും അച്ചാറും വെച്ചതിന് ശേഷം നന്നായിട്ട് ഇത് പൊതിഞ്ഞ് ഒരു മണിക്കൂർ വെച്ചതിന് ശേഷമാണ് കഴിച്ചത്. വളരെ ടേസ്റ്റി ആയിരുന്നു. സാധാരണ നോർമൽ പൊതിച്ചോറിലെ ചമ്മന്തിയോ മറ്റ് ചാറുകടികളോ അതുപോലെ തന്നെ മുട്ട വറുത്തത്, ഏറ്റവും പ്രധാനപ്പെട്ട മുട്ട വറുത്തത് പോലും ഇല്ലാതെ നമ്മൾ ഒരു നോൺ വെജ് പൊതിച്ചോറാണ് റെഡിയാക്കിയത്. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.